മലയാള കലാസാഹിത്യ മാധ്യമ രംഗത്തെ ഒരു ഇതിഹാസം യാത്രയായി ശ്രീ MD വാസുദേവൻ നായർ. അദ്ദേഹം യാത്രയായെങ്കിലും അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടികൾ, സാഹിത്യ സൃഷ്ടികൾ, സിനിമ സൃഷ്ടികൾ എല്ലാം എന്നും ജീവനോടെ തന്നെ നിലനിൽക്കും. അദ്ദേഹത്തിൻ്റെ മുഖപ്രസംഗങ്ങൾ മാധ്യമ വേദികളിൽ, മലയാള മാധ്യമ വേദികളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള മുഖപ്രസംഗമാണ് MD വാസുദേവൻ നായരുടെ മുഖപ്രസംഗങ്ങൾ. അതും എന്നും നിലനിൽക്കും. അദ്ദേഹം ഒരു രംഗത്ത് മാത്രമല്ല, വിവിധ മേഖലകളിൽ സാഹിത്യ രംഗത്ത് അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നു. പല കഥകളിലും ജനങ്ങൾക്ക് അറിയാവുന്ന കഥാപാത്രങ്ങളെ അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കും. മഹാഭാരതത്തിലെ ഭീമസേനെ ഒരു വ്യത്യസ്ത രൂപവും ഭാവവും സ്വഭാവ വിശേഷവും നൽകിക്കൊണ്ടാണ് അദ്ദേഹം രണ്ടാം ഊഴത്തിലൂടെ അവതരിപ്പിച്ചത്. അതിനു മുമ്പ് PK ബാലകൃഷ്ണൻ ദ്രൗപദിയെ, പഞ്ചാരിയെ ഒരു പ്രത്യേക സ്വഭാവ വിശേഷത്തിലൂടെയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് അവതരിപ്പിച്ചത്. അതിനുശേഷം ശ്രീദേവിയുടെ അമ്മ ഗാന്ധാരി, അതിലെ ഗാന്ധാരിയെ ഒരു പ്രത്യേക സ്വഭാവ ഗുണത്തോടുകൂടി ഉയർത്തിക്കൊണ്ടുവന്നത്. അങ്ങനെ മഹാഭാരതത്തെ വ്യത്യസ്തമായ രീതിയിൽ പല സാഹിത്യകാരന്മാരും അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും അതിൽ നിന്നെല്ലാം കുറേയേറെ വ്യത്യസ്തമായ രീതിയിലാണ് തൻ്റെതായ ശൈലിയിൽ, തൻ്റെതായ സാഹിത്യ ശൈലിയിൽ, തൻ്റെതായ സ്വഭാവ വിശേഷണത്തോടെ ഭീമസേനെ രണ്ടാം ഊഴത്തിൽ അവതരിപ്പിച്ചത്. അദ്ദേഹം നൂറ്റാണ്ടുകളായി കേട്ടു തരംഭിച്ച ചന്തു എന്ന കഥാപാത്രം, ചതിയൻ ചന്തു, ആ ചതിയൻ ചന്തുവിനെ സത്യസന്ധമായി അത് യഥാർത്ഥ പോസിറ്റീവായി തന്നെ ആ ചന്തുവിനെ വടക്കൻ വീരഗാഥ എന്ന സിനിമയുടെ വ്യത്യസ്ത ഭാവവും രൂപവും നൽകി, വ്യത്യസ്ത സ്വഭാവ വിശേഷണം നൽകിയാണ് അവതരിപ്പിച്ചത്. അദ്ദേഹം ആദ്യമായി ചെയ്ത സിനിമ 1969 ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അദ്ദേഹം എടുത്ത സിനിമ നിർമാല്യം. ആ നിർമാല്യം സിനിമ ചെയ്യുന്നതിന് വേണ്ടി പണം മുടക്കാൻ അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു നിർമ്മാതാക്കളും തയ്യാറാവാതിരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ബന്ധുക്കളുടെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി പണയം വെച്ചും കടം വാങ്ങിയും പലിശയ്ക്ക് പണം എടുത്തുമെല്ലാം പണം സ്വരൂപിച്ചുകൊണ്ടാണ് നിർമാല്യം അദ്ദേഹം പൂർത്തിയാക്കിയത്. അതിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും MD വാസുദേവൻ നായർ തന്നെയായിരുന്നു. നിർമ്മാണവും അദ്ദേഹം തന്നെ നിർവഹിച്ചു. MDയുടെ ആദ്യ സിനിമ, അതിന് ദേശീയ അവാർഡ് ലഭിച്ചു. മലയാളത്തിലേക്ക് ആദ്യമായിട്ട് ഭരത് അവാർഡ് കൊണ്ടുവരുന്നത് നിർമാല്യത്തിലൂടെയാണ്. നിർമാല്യത്തിലെ വെളിച്ചപ്പാടിനെ അവതരിപ്പിച്ച PJ ആന്റണി എന്ന സ്വഭാവ നടനിലൂടെയാണ് ഭരത് അവാർഡ് മലയാളത്തിൽ ആദ്യമായിട്ട് എത്തിച്ചേരുന്നത്. ആ സിനിമ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ കഥ പറയുന്ന ഇതിഹാസ കഥയായിരുന്ന നിർമാല്യം. എന്നാൽ ആ നിർമാല്യം ഇന്ന് പല സിനിമാ തിയേറ്ററുകളിലും കാണിക്കാൻ, പ്രദർശിപ്പിക്കാൻ തിയേറ്റർ ഉടമകൾ തയ്യാറാവില്ല. കാരണം അവരുടെ സിനിമ കഴിയുമ്പോൾ, അല്ലെങ്കിൽ സിനിമ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അവരുടെ സിനിമ ടാക്കീസ് അവിടെ ഉണ്ടാവുമോ അല്ലെങ്കിൽ തകർക്കപ്പെടുമെന്നുള്ള ഭയം, അത് ഒരു ചാനലും കാണിക്കാൻ തയ്യാറാവുന്നില്ല. ദൂരദർശൻ പോലും നിർമാല്യം ടെലികാസ്റ്റ് ചെയ്യാൻ ആവാത്ത ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുള്ള സിനിമകൾ അത്
അദ്ദേഹം അതുപോലെ തന്നെ കഥ എഴുതിയിട്ടുള്ള സിനിമകൾ, ഒരു കാലഘട്ടത്തിൽ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന പ്രൊഫഷണൽ നാടകങ്ങൾ, പ്രത്യേകിച്ചും കോഴിക്കോട് സംഘം തിയേറ്റർ, KT മുഹമ്മദിന്റെ എല്ലാവിധ സഹകരണത്തോടും കൂടി പ്രവർത്തിച്ചിരുന്ന സംഘം തിയേറ്റർ, അത് KT മുഹമ്മദിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന നാടകം വളരെയധികം സ്റ്റേജുകളിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് കോഴിക്കോട് MD വാസുദേവൻ നായരുടെ എല്ലാവിധ സഹകരണത്തോടെ കലിംഗ തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചത്. അതിൽ MD വാസുദേവൻ നായർ എഴുതി സംവിധാനം ചെയ്ത ഗോപുര നടയിൽ എന്ന നാടകം നിരവധി സ്റ്റേജുകളിൽ അവതരിപ്പിച്ചു. അദ്ദേഹം സാഹിത്യ സൃഷ്ടികൾ മാത്രമല്ല, നിരവധി സിനിമകൾക്ക് തിരക്കഥയും സംഭാഷണവും രചിച്ചു, കഥകൾ രചിച്ചു. അതോടൊപ്പം തന്നെ നാടകരംഗത്തും അദ്ദേഹം സജീവമായിരുന്നു എന്നുള്ളതിന് വ്യക്തമായ ഉദാഹരണമാണ് കോഴിക്കോട് കലിംഗ തിയേറ്റേഴ്സും അതിൽ അദ്ദേഹം എഴുതി സംവിധാനം ചെയ്ത നാടകങ്ങൾ. അങ്ങനെ വിവിധ മേഖലകളിൽ കലാസാഹിത്യ രംഗത്ത്, മാധ്യമ രംഗത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ള മുഖപ്രസംഗങ്ങളെല്ലാം ഇന്നും ജീവനോടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെതായ ശൈലി, അത് സാഹിത്യ രംഗത്തായാലും സിനിമയിലായാലും നാടകത്തിലായാലും മാധ്യമ മേഖലയിലായാലും അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി രൂപപ്പെടുത്തി എടുത്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന മറ്റൊരു വസ്തുത. അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമകൾ അതെല്ലാം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും അന്തർദേശീയ തലത്തിൽ തന്നെ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള സിനിമകളാണ് പലതും. അദ്ദേഹത്തിന്റെ വേർപാട് മാധ്യമ രംഗത്ത്, സിനിമ രംഗത്ത്, നാടക രംഗത്ത്, അതുപോലുള്ള മറ്റ് കലയുമായി ബന്ധപ്പെട്ട മേഖലകളിലെല്ലാം ഒരു തീരാ നഷ്ടമാണ്. അദ്ദേഹം സൃഷ്ടിച്ച സൃഷ്ടിയോടൊപ്പം സിനിമയോടൊപ്പം നാടകത്തോടൊപ്പം അതുപോലെ തന്നെ മാധ്യമ രംഗത്ത് അദ്ദേഹത്തിന്റെ മുഖപ്രസംഗത്തോടൊപ്പം അദ്ദേഹം എന്നും ജീവിക്കും. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ, കേരളീയ ദർശന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആയിരം പുഷ്പങ്ങൾ, ആദരാഞ്ജലികൾ വഹിച്ചുകൊണ്ടുള്ള പുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പത്രാധിപർ പ്രതികരിക്കുന്നു എന്നുള്ള പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.